ഖത്തറിലെ അൽ ഉദൈ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച വ്യോമപാതകൾ ഗൾഫ് രാജ്യങ്ങൾ തുറന്നു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് വ്യോമപാതകളും വിമാനത്താവളങ്ങളും താൽക്കാലികമായി അടച്ചത്. ഷിൻ സെബാസ്റ്റ്യനാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുക. ഷിൻസ്, ഇപ്പോൾ വ്യോമപാതകളും വിമാനത്താവളങ്ങളും ഒക്കെ തുറന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും നിരവധി പേർ ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഗി, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി വ്യോമപാതകൾ അടച്ചത്. സുരക്ഷ കണക്കിലെടുത്തായിരുന്നു തീരുമാനം. കേരളത്തിൽ നിന്നടക്കം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായതോടെ വ്യോമപാതകളും വിമാനത്താവളങ്ങളും അർദ്ധരാത്രിയോടെ തുറക്കുകയായിരുന്നു. എങ്കിലും ചില വിമാനങ്ങൾ വൈകാനും ചിലത് റദ്ദാക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ മേഖലയിലേക്കും തിരിച്ച് വിമാനം ഉണ്ടാകുകയില്ല. അതോടൊപ്പം തന്നെ നിരവധി വിമാനങ്ങൾ ഇന്നലെ ക്യാൻസൽ ചെയ്തിരുന്നു. ആ വിമാനങ്ങളിൽ പോവേണ്ട യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ചിലർ തിരിച്ചു പോയിട്ടുണ്ട്. ഏകദേശം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു വ്യോമപാത അടച്ചതിനെ തുടർന്ന്. അപ്പോൾ അങ്ങനെ നിരവധി പേർ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർക്കിനി വിമാനം റീഷെഡ്യൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കുകയോ വേണ്ട സാഹചര്യമാണുള്ളത്. പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ വ്യോമപാതകൾ അടച്ചതിനാൽ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ വിമാനത്തിന് സമയം മാറ്റാനോ സാധിച്ചിരുന്നില്ല, ടിക്കറ്റ് മാറ്റാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ നിരവധി പേർ, മലയാളികൾ അടക്കമുള്ള നിരവധി പേർ കുടുങ്ങിയിട്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തേണ്ട ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെയും യാത്ര മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് രാഗി ഉണ്ടായിരിക്കുന്നത്. അതായത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകുന്നതോടുകൂടി നിലവിലെ ആശങ്കകൾക്ക് പരിഹാരമാകും അല്ലേ ഷിൻസ്? അതായത് ഖത്തർ ഇപ്പോൾ ശാന്തമാണ്. തീർച്ചയായും രാഗി, അത് വിമാനത്താവളത്തിൽ ഏതാണ്ട് പൂർണ്ണമായ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വിമാനങ്ങൾ, ഇന്നലെ പോകാതിരുന്ന വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. യാത്രക്കാരുടെ സമയം അല്ലെ ടിക്കറ്റ് മാറ്റി നൽകേണ്ടതുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിൽ അല്ലെങ്കിൽ യാത്രക്ക് കൃത്യമായി സഞ്ചരിക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത്, ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം രാജ്യം ശാന്തമായെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നലത്തെ ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അത് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ഒരാൾക്ക് പോലും നേരിയ പരിക്ക് പോലും ഇല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുറത്തിറങ്ങരുതെന്നും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ അനുസരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാർ ഇപ്പോൾ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ ഇന്നോട് ജോലിക്ക് പോകാനുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, ഖത്തറിനെതിരായ ഇറാന്റെ ആക്രമണത്തെ UAE-യും സൗദിയും ഗൾഫ് കോർപ്പറേഷനും അപലപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിനോട് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തർ സ്വീകരിക്കുന്ന ഏത് നടപടികൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതായും UAE-യും സൗദിയും പറഞ്ഞിട്ടുണ്ട്. രാഗി, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ എന്ന വിവരമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. 3 ഘട്ടമായി 24 മണിക്കൂറിനകം സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ആദ്യം ഇറാൻ വെടിനിർത്തൽ നടപ്പിലാക്കും, 12 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലും വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാക്കും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. 24 മണിക്കൂറിനകം 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിക്കുമെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ നടപ്പിലാക്കിയതിന് ഇറാനെയും ഇസ്രായേലിനെയും ട്രംപ് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഐസൺ, 24 മണിക്കൂറിനകം പൂർണ്ണ തോതിൽ സമ്പൂർണമായ വെടിനിർത്തൽ എന്ന് ട്രംപ് പറയുന്നു. എന്താണ് നിലവിലെ ഇറാന്റെ അവസ്ഥ? ഇറാനിൽ എങ്ങനെയാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇസ്രായേലും. രാഖി, തീർച്ചയായും ഇറാനിൽ ഇപ്പോൾ നേരിയ തോതിലുള്ള ചില വെടിവെച്ചുകളൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ഇതെല്ലാം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായതിന് മുന്നോടിയായി
നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയപരിധിയാണ് ഇപ്പോൾ, ആ സമയപരിധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സമയപരിധി ആയതുകൊണ്ട് തന്നെ വെടിനിർത്തലിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെതിരെ ഇന്നലെ രാത്രി ആസൂത്രണം ചെയ്ത ആക്രമണങ്ങൾ ഇസ്രയേൽ അങ്ങിങ്ങായി തുടരുന്നുണ്ട് എന്ന ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ്. ആ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഇനിയും ഇറാനെ ആക്രമിക്കുന്നതിൽ അർത്ഥശൂന്യമാണ്, അല്ലെങ്കിൽ ഇനി ആക്രമിച്ചുകൊണ്ട് പ്രയോജനമില്ല എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, B-2 ബോംബറുകൾ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ 6ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് ഫോർഡോ ആണവ നിലയത്തിലെല്ലാം നടത്തിയത് അതിശക്തമായ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ ഈ ആണവ നിലയങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സമ്പൂർണ്ണമായും നിശ്ചലമായി എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരുന്നത്. അതിനു മുൻപ് തന്നെ ഈ ആക്രമണം ഒരു ആസൂത്രിതമായ രീതിയിൽ തന്നെ ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഈ ഫോർഡോ ആണവ നിലയത്തിനെ അനിവാര്യമായി പ്രയോജനപ്പെടുത്തേണ്ട യന്ത്രഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റ് മിസൈൽ ഘടകങ്ങളും എല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയും അനുബന്ധ ഉൽപാദന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേൽ തകർത്തിരുന്നു. അതിന് പിന്നാലെയാണ് അതിശക്തമായ ഈ സെല്ലർ, അതായത് ആണവ കേന്ദ്രങ്ങളുടെ ഭൗമാന്തർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് ഈ ആണവ ന്യൂക്ലിയർ ഘടകങ്ങൾ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ അത് എൻറിച്ച് ചെയ്യുന്നതിനും, അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തുന്നതിനുള്ള സെൻട്രിഫ്യൂജുകളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിലുള്ള സെൻട്രിഫ്യൂജുകളെല്ലാം തന്നെ സ്ഥാപിച്ച പ്രദേശങ്ങൾ മണ്ണിനടിയിൽ ഏതാണ്ട് 40 മുതൽ 60 മീറ്ററോളം താഴ്ചയിലാണ് ഭൂമിക്കടിയിലുള്ളത്. അത്തരത്തിലുള്ള താഴ്ചയിലുള്ള ഈ സെല്ലറുകൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് കൃത്യമായി അമേരിക്ക തകർക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഒരു ആണവ കേന്ദ്രവും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തി ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയും അതിനെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അംഗീകരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 9ഓളം ബോംബുകൾ നിർമ്മിച്ചിരുന്നു എന്ന് പറയുന്നത്, ആ 9 ബോംബുകളും ആണവ ബോംബുകളും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉപയോഗശൂന്യമായ, അതായത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ബോംബ് വർഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ തൊട്ടുമുമ്പുള്ള ഘട്ടത്തിലായിരുന്നു ഈ 9ഓളം ബോംബുകളും ഉണ്ടായിരുന്നത്. ആ 9ഓളം ബോംബുകളും നിർവീര്യമാക്കാൻ സാധ്യമാകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ആ ഘട്ടത്തിലേക്ക്, അതായത് ഏതാണ്ട് 90% നിർമ്മാണ പ്രവർത്തനങ്ങളും തീർന്ന ഒരു ബോംബായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബോംബുകൾ 9 ബോംബുകളും നിശ്ചലമാക്കുന്നതിന് സാധ്യമായി അമേരിക്കയ്ക്ക് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണവായുധ ഭീഷണി ഇറാൻ മുന്നിൽ വെക്കുന്നില്ല, ഇറാൻ ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആണവായുധ ഭീഷണി നിലവിലില്ല എന്ന് പ്രാഥമികമായി പരിഗണിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല, ഇറാന്റെ പല ആസ്ഥാനങ്ങളും തകർത്തിരിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ആസ്ഥാനം തകർത്തിരിക്കുന്നു, പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനങ്ങൾ തകർത്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇറാൻ ടെലിവിഷന്റെ ആസ്ഥാനം തകർത്തു. അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രദേശങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം നടത്തി സേനയെ പിന്മാറ്റുന്നതിനുള്ള ഒരു ആസൂത്രിത നീക്കം അമേരിക്കയ്ക്കും ഇസ്രയേലിലും നടത്താൻ സാധിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തലിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണവ യുദ്ധത്തിനെന്നല്ല, ഒരു സാധാരണ പ്രതിരോധത്തിന് പോലും സാധ്യമാകാത്തൊരവസ്ഥയിലേക്ക് ഇസ്രയേലും അമേരിക്കയും കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ യു എസിന്റെ മറ്റ് സ്വത്തുക്കൾ, അതായത് ഈ വിമാനത്താവളം, യു എസിന് വേണ്ടി നിലനിൽക്കുന്ന ഖത്തറിലെ വിമാനത്താവളം അൽ-ഉദൈദ വിമാനത്താവളത്തിലേക്ക് ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈലുകൾ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒറ്റ മിസൈൽ പോലും അപകടകരമായ രീതിയിൽ പൊട്ടിത്തെറിക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല എങ്കിൽ കൂടി ആ മുഴുവൻ മിസൈലുകളെയും നിർവീര്യമാക്കാനും പ്രതിരോധിക്കാനും ഖത്തറിലേക്ക് എത്തിയ ആ മിസൈലുകളെ പ്രതിരോധിക്കാനും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങൾക്കും സാധ്യമായി എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു ഭീഷണി നിലവിലില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയതിന്റെ മുന്നോടിയായി നടന്ന എല്ലാ ആക്രമണങ്ങളിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആ സൈനികമായി വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇറാൻ മാത്രമല്ല, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങളിൽ സുപ്രധാനമായ റഷ്യയും ചൈനയും ഉൾപ്പെടെ ഇറാനോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ്
ഇറാനോടൊപ്പം നിൽക്കുകയും എന്നാൽ സൈനിക പിന്തുണ ഇറാന് ലഭ്യമാക്കില്ല എന്ന കൃത്യമായ നിലപാടാണ് ഈ രണ്ട് രാജ്യങ്ങളും എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സൈനികമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇറാനെ ഇനി ആക്രമണോത്സുകമായ ഒരു നീക്കം നടത്താനോ അല്ലെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനോ ഇറാന് സാധ്യമല്ല, ഒട്ടും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പോലും നിശ്ചലമായിരിക്കുന്നു. ഒരു പരിധിവരെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതോൽപാദനത്തിനും മറ്റും ആണവ ഊർജ്ജം ഉപയോഗിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഒരു ആണവ നിസ്സഹായാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആ സാഹചര്യം കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. തീർച്ചയായും പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിന് ഇനി വെടിനിർത്തലാണ് പ്രായോഗികമായ വഴിയെന്ന് അമേരിക്കയും ഇസ്രയേലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ പ്രതിരോധിക്കാനായെങ്കിലും ദുർബലമായി എങ്കിൽ കൂടി അത്തരത്തിൽ ആക്രമണങ്ങൾ പടരാതിരിക്കുന്നതിന്, അതായത് ഈ ഇന്നലെ നടന്ന ഖത്തറിന് നേരെയാണ് ആക്രമണം നടന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സമാധാനപരമായ നീക്കങ്ങളിലൂടെ ഇനി പശ്ചിമേഷ്യയിൽ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പ്രായോഗികമായ വഴി എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ നടപടികൾ ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഷിൻസ്, ഇറാൻ ഇസ്രയേൽ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹമുള്ള പ്രദേശമാണ്. നിരവധി പ്രവാസി മലയാളികൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖത്തറിലെ അൽ ഉബൈദ് സൈനിക ക്യാമ്പിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക തന്നെയാണ്. എന്താണ് അവിടെയുള്ള പ്രവാസി സമൂഹം പറയുന്നത്? ആക്രമണം ഉണ്ടായതിനു ശേഷം നേരത്തെ ഗവൺമെന്റുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും സർക്കാരുകൾ അറിയിച്ചിരുന്നത് നമ്മൾ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പൊടുന്നനെ ഇറാന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. സോഷ്യൽ മീഡിയയിൽ അടക്കം ആൾക്കാരുടെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നതാണ്. നിരവധി പേർ ആശങ്ക പങ്കുവച്ചിരുന്നു. എന്നാലും ആക്രമണം ഉണ്ടായതിനു ശേഷവും ഖത്തർ അധികൃതർ അറിയിച്ചിരുന്നത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, കൂടുതൽ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഇറാന്റെ സുഹൃത്ത് രാഷ്ട്രമായ ഖത്തറിനെ തന്നെ ആക്രമിച്ചത് മറ്റ് GCC രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്കും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായത് അവർ കൂടുതൽ ആശ്വാസമായിരിക്കുകയാണ്. എന്നിരുന്നാലും ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് നല്ല ആശങ്കയും ഉണ്ട്. പിന്നെ ഇപ്പോൾ വ്യോമപാത അടച്ചത് കൂടിയായപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി പരിഭ്രാന്തിയിലാണ്. നാട്ടിലേക്ക് പോകേണ്ടവർ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരേണ്ടവർ എല്ലാവരും വിമാനത്താവളങ്ങളിൽ മറ്റു കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എംബസികൾ അതിന് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ആൾക്കാരുടെ ആശങ്ക അകറ്റാനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളോട് നൽകിയും പ്രവാസി ഭാരതയുടെ ഒപ്പം ഇന്ത്യൻ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യവും ഉണ്ടാകി. അതായത് ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ എന്നാലും ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു മിസൈൽ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ആൾക്കാർക്ക് പരിഭ്രാന്തി ഉണ്ടാകും, ആശങ്കകൾ ഉണ്ടാകും. അത് തീർച്ചയായും എല്ലാവരിലും ഉണ്ട്. എന്നിരുന്നാലും സർക്കാരുകൾ ഉറപ്പ് നൽകുന്നുണ്ട് നിങ്ങളിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു US ബേസിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്, ഖത്തർ പോലുള്ള രാജ്യത്തെ അല്ല എന്ന് പറയുന്നു. അത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും മിസൈലുകൾ വീഴുന്നത് ആൾക്കാർ ജനവാസ മേഖലയിലാണ്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഏവരെയും സംബന്ധിച്ച് കൂടുതൽ ആശങ്ക, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു രാത്രി പൊടുന്നനെ ഉണ്ടായ ഒരു അക്രമമാണ്. പക്ഷെ ഇപ്പോൾ മുന്നറിയിപ്പുകൾ ഗവൺമെന്റുകൾ ബഹ്റിനിലാണെങ്കിലും പല രാജ്യങ്ങളും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങൾ വർക്ക് ഫ്രം ഹോം, സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കാണ് വിദൂര പഠനമാണ്, ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നതിന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൃത്യമായ മുൻകരുതലുകളും സുരക്ഷയും ഗൾഫ് രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അതായത് ഇറാൻ 7 മിസൈലുകൾ വ്യോമതാവളത്തിന് നേരെ തൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു മിസൈൽ മാത്രമാണ് പതിച്ചത്. മറ്റ് 11, അതായത് ഇറാൻ 12 മിസൈലുകൾ വ്യോമതാവളം ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ടു. ഇതിൽ 11 എണ്ണവും വെടിവെച്ചിട്ടു എന്ന് ഖത്തർ പറയുന്നുണ്ട്. ഈ പ്രദേശം ജനവാസ മേഖലയാണ് എന്ന് ഷിൻസ് തന്നെ സൂചിപ്പിച്ചു. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ, വെടിവെച്ചിട്ട് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലാണ് വീണത്. അതുകൊണ്ടൊരു ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ഓടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യം ശാന്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നടപടികളിലേക്ക് കിടന്നിട്ടില്ല. എന്നാൽ മിസൈൽ വീണ സ്ഥലങ്ങൾ, അതായത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങൾ പോലീസ് അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾ ചെയ്തിട്ട് റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാലും ജനങ്ങൾ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ല. ഇപ്പം രാജ്യം സാധാരണ നിലയിലേക്ക് ആയെന്നുള്ള അറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ, അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്ഥിതിഗതികൾ ഇതായതുകൊണ്ട്, നോർമലിലേക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല. അത് യുഎസിന്റെ എയർബേസിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതായത് ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചിട്ടുള്ള അക്രമം അല്ലാത്തതിനാൽ തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട കാര്യമോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മിസൈൽ വീണത്, അതായത് വെടിവെച്ചിട്ട മിസൈലുകൾ വീണത് ജനവാസ മേഖലയിലാണെന്നുള്ള സാഹചര്യത്തിലാണ് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം വീഡിയോകളും ആശങ്കകളും അല്ലെങ്കിൽ അവർ പങ്കുവെച്ചത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലായിരുന്നു ജനങ്ങൾ പങ്കുവച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ ശാന്തമാണ്, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, രാജ്യം സാധാരണ നിലയിലേക്ക് വന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ശരി ഷിൻസ്, ഐസൺ പല വ്യോമ സർവീസുകളും നിർത്തിവെച്ചു എന്ന വിവരം നമുക്ക് ഇതിനിടെ ലഭിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ടോ ഐസൺ? തീർച്ചയായും ഖത്തർ തങ്ങളുടെ വ്യോമ മേഖല അടിയന്തരമായി വ്യോമപാതകളെല്ലാം തന്നെ അടിയന്തരമായി അടയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും വിവിധ ഫ്ലൈറ്റുകളെല്ലാം തന്നെ റീഷെഡ്യൂൾ ചെയ്യുന്നൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ പല രാജ്യങ്ങളുടെയും സിവിൽ ഏവിയേഷൻ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വെടിനിർത്തൽ പൂർണ്ണമായും യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമാണ് എല്ലാ വിമാനങ്ങളുടെയും, അല്ലെങ്കിൽ ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളെല്ലാം തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ടുള്ള യാത്രകൾ ആരംഭിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുക എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച സ്പെസിഫിക് ആയ വിവരങ്ങൾ ഇനിയും പല ഇടങ്ങളിൽ നിന്നും വരാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാവുകയും ഏതാണ്ട് ഇന്ത്യൻ സമയം അർദ്ധരാത്രിയോടുകൂടിയാണ്, അർദ്ധരാത്രിക്ക് അടുത്ത് 11 മണിക്ക് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള വലിയ സ്ഫോടനങ്ങളെല്ലാം തന്നെ ഖത്തറിന്റെ അലുദൈദ വിമാനത്താവളത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിമിഷം അടിയന്തരമായി നിർത്തിവെച്ച വ്യോമ സർവീസുകൾ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ സർവീസുകളാണ് ഇനി പുനരാരംഭിക്കേണ്ടതുള്ളത്. മണിക്കൂറുകൾക്കകം, അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് പൂർണ്ണ സുരക്ഷിതമാകേണ്ടതുണ്ട്, വിമാനത്താവളങ്ങൾ സുരക്ഷിതമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുകളും പാലിച്ചതിന് ശേഷം മാത്രമേ ഒരു അന്താരാഷ്ട്ര യാത്രകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യോമ ഗതാഗതം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അടച്ച വ്യോമപാത തുറന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി പൂർണ്ണമായും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ ചില സംവിധാനങ്ങൾ വിമാനത്താവളങ്ങളിലെല്ലാം സുരക്ഷയുടെ ഭാഗമായി പല സംവിധാനങ്ങളും നിശ്ചലമാക്കുകയും അതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വിമാനത്താവളത്തിന്റെ വിശാലമായ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. അത് എത്ര വിമാനങ്ങൾ ഇത്തരത്തിൽ വൈകിയെന്നും അതുപോലെ തന്നെ അതിന്റെ യാത്രകൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും അടിയന്തരമായി തന്നെ അത്തരം വിവരങ്ങൾ പുറത്തു വരികയും മേഖലയിലെ സിവിൽ ഏവിയേഷൻ ഖത്തറിന്റെ വ്യോമപാത അപ്പോൾ തുറന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ തന്നെ ഖത്തർ മാത്രമാണ് വ്യോമപാത അടച്ചത്. മറ്റു വ്യോമപാതകൾ അനൌദ്യോഗികമായി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ റൂട്ടിലുള്ള ഖത്തറിനുമായി ബന്ധപ്പെട്ട വ്യോമ റൂട്ടിലേക്ക് പോകുന്ന വ്യോമപാതകളിൽ മാത്രമാണ് നിയന്ത്രണം ഉണ്ടായിരുന്നത് മറ്റു രാജ്യങ്ങളിൽ എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണവും വിശദാംശങ്ങളും എല്ലാം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണ ഉടൻ എന്ന വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്.